الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. സ്ത്രീകളുടെ കൂട്ടത്തിൽ, സത്യവിശ്വാസിനികളായ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകളായ വനിതകളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യമാർ. അവർക്ക് അസ്വാജുർ റസൂൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ അസ്വാജെല്ലാം നിങ്ങളുടെ ഉമ്മമാരാണ് എന്ന് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിരിക്കുന്നു. അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. എല്ലാ സത്യവിശ്വാസികൾക്കും അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ പ്രാധാന്യമർഹിക്കുന്നതാണ് പ്രവാചകൻ. അവർക്ക് ഏറ്റവും അടുത്ത് അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ വിലപ്പെട്ടത് പ്രവാചകനാണ്. വ അസ്വാജുഹു ഉമ്മഹാതുഹും. അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ അവരുടെ ഉമ്മമാരാണ്. ഉമ്മ എന്ന ആ അസ്തിത്വത്തിൻ്റെ മനുഷ്യർ കൽപ്പിക്കുന്ന പവിത്രതയും അതിൻ്റെ പ്രാധാന്യവും എല്ലാവർക്കും അറിയാം. എല്ലാവരും മാതാപിതാക്കളുടെ സന്തതികളായി ജനിച്ചവരാണ്. അതിന് ഉമ്മക്കുള്ള പ്രത്യേകത അത് വളരെ ശ്രേഷ്ഠമാണ്. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ കടപ്പെട്ടത് ഉമ്മമാരോടാണ്. അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ഭാര്യമാരായ സത്യവിശ്വാസിനികളായ വനിതകൾ, അവർക്ക് നമ്മുടെ ഉമ്മമാർ എന്നാണ് വിശുദ്ധ ഖുർആൻ പേരിട്ട് വിളിച്ചത്. അവരാരൊക്കെയാണ് എന്ന് വളരെ ഹ്രസ്വമായ പരാമർശങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടാം. അവരുടെ മിനിമം ശ്രേഷ്ഠത എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ഇന്ന് എൻ്റെ ഖുതുബയിൽ ഞാൻ ആ വിഷയം എടുത്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വദ്കുർന ഫീ മാ യുത്ലാ ഫീ ബുയൂതികുന്ന. നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പരാമർശിക്കപ്പെടുന്ന, പാരായണം ചെയ്യപ്പെടുന്ന വചനങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ, പ്രവാചകന് വഹയ്യായി ലഭിക്കുന്ന ഇസ്ലാമികമായ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ, അതേപ്രകാരം തന്നെ മറ്റ് വിജ്ഞാനങ്ങൾ, പ്രവാചകൻ അതിന് വ്യാഖ്യാനമായി പറഞ്ഞു കൊടുക്കുന്ന വിജ്ഞാനങ്ങൾ, ഇതെല്ലാം
നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നിങ്ങൾ ഓർത്തു വെക്കണം. ഇന്നല്ലാഹ കാന ലത്തീഫൻ ഖബീറ, അള്ളാഹു അങ്ങേറ്റം സൂക്ഷ്മമായി അറിയുന്നവനും എല്ലാ കാര്യങ്ങളുടെയും ജ്ഞാനമുള്ളവനുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൻ്റെ 34-ാമത്തെ വചനത്തിൽ. അത് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നത് ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. ഇസ്ലാമിലെ വളരെയധികം പ്രസിദ്ധമായ ഏറ്റവും ശ്രേഷ്ഠയായ ആളാണ് ഖദീജ ബിൻത് ഖുവൈലിദ്. അവരാണ് ആണായിട്ടും പെണ്ണായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ നേരത്തെ ആദ്യമായി വഹ്യ് നബിക്ക് ആരംഭിച്ച ആ കാലം മുതൽക്ക് തന്നെ ഒരിക്കലും നിങ്ങൾ അതിൽ വേജാറ് പ്രകടിപ്പിച്ച പ്രവാചകനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇതൊരിക്കലും ഒരു വൃഥ നിങ്ങൾക്ക് വന്ന ഒരു കാഴ്ചപ്പാടല്ല, നേരെ മറിച്ച് ഇത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നിങ്ങളെ അനാദരിക്കുകയില്ല, നിങ്ങൾക്ക് മഹത്വവും പവിത്രതയും കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ വചനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പിതൃവിനായ വർഖത്ത് ബിൻ നൗഫലിൻ്റെ അടുക്കലേക്ക് വരെ കൂട്ടിക്കൊണ്ടുപോയ ഖദീജ അവരാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നത്. മാത്രമല്ല ദഅവത്തിൻ്റെ വടനീളം നബിക്ക് താങ്ങും തണലും സംരക്ഷണവുമായി നിന്നത് അവരാണ് എന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ട് തന്നെ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പലപ്പോഴും മറ്റു ഭാര്യമാർക്ക് അതായത് എപ്പോഴും നബി ഓർത്തുകൊണ്ടിരിക്കുകയും, അവർ നബിയുടെ ഭാര്യയായിരിക്കുമ്പോൾ നബി വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടില്ല. അവർ മരണപ്പെട്ടതിന് ശേഷമാണ് മറ്റെല്ലാ ഭാര്യമാരെയും വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതകാലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകഭാര്യനായിരുന്നു, ഒറ്റ ഭാര്യയെ എന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം പലപ്പോഴും അവരെ പരാമർശിക്കേണ്ടി വരുമ്പോൾ മറ്റ് ഭാര്യമാർ അതിൽ എന്താ എപ്പോഴും ഒരു ഖദീജ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ആമനതു ബി ഇത് കഫറ ബി അന്നാസ് വസദ്ദഖത്നി ഇത് കദ്ദബനി അന്നാസ് വവാസത്നി ബിമാലിഹ ഇത് ഹറമനി അന്നാസ് വറസഖനി അല്ലാഹു വലദഹ ഇത് ഹറമനി ഔലാദുൻ നിസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെല്ലാം എന്നെ നിഷേധിച്ചപ്പോൾ, എന്നിൽ വിശ്വസിക്കാൻ വിസമ്മതിച്ചപ്പോൾ അവരാണ് എന്നിൽ വിശ്വസിച്ചത്. മാത്രമല്ല ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ അവരാണ് എന്നെ സത്യപ്പെടുത്തിയത്. അതേ പ്രകാരം തന്നെ അവരുടെ ധനം കൊണ്ട് എനിക്ക് എല്ലാ ആശ്വാസവും പകർന്നു. ജനങ്ങൾ അവരുടെ ധനമൊന്നും എനിക്ക് തരാതെ വിസമ്മതിച്ചപ്പോൾ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലാണ് എനിക്ക് കുട്ടികളെ നൽകിയത്. മറ്റു സ്ത്രീകളിൽ അല്ലാഹു എനിക്ക് കുട്ടികൾ തരാതിരുന്നപ്പോൾ എനിക്ക് സന്താന ലാഭം ലഭിച്ചത് ഖദീജ ബീവിയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു പ്രവാചകന് ആ ഭാര്യയോടുണ്ടായിരുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്ക് പലപ്പോഴും ഇവരോട് ഒരു വെറുപ്പ് തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പരാമർശിക്കുന്നു. അങ്ങനെ മാ ഗിർതു അലാ നിസാഇൻ നബിയ്യി ഇല്ല അലാ ഖദീജ, പ്രവാചകന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഖദീജയോടുള്ള അത്ര അഥവാ മറ്റൊരു ഭാര്യ എന്ന നിലക്കുണ്ടാകുന്ന ആ മാനസികാവസ്ഥ എനിക്ക് ഏറ്റവും ഉണ്ടായിരുന്നത് ഖദീജയോടായിരുന്നു. അങ്ങനെ അവർ പറയാണ് വൈനീലം അതിരിക്കുക, എന്നാൽ എൻ്റെ കാര്യം ആശ്ചര്യം തന്നെ, ഞാൻ ജീവിതത്തിൽ അവരെ കണ്ടുമുട്ടിയിട്ടേ അല്ല. കാരണം ആയിഷയൊക്കെ ചിത്രത്തിൽ വരുന്നതിന് മുമ്പേ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയാണ്, ആയിഷ പറയാണ്, ഇദാ ദബഹ ഷാത്തൻ ഫയഖൂലു, ഒരാടിനെ അറുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അർസിലു ബിഹാ ഇലാ അസ്തിഖായി ഖദീജ, ഇത് ഖദീജയുടെ ചങ്ങാതിമാരായ തോഴിമാരായ സ്ത്രീകൾക്ക് കൊടുത്തയക്കണം. ഖാലത്ത്, അങ്ങനെ ഫഅഗ്ലബ്തുഹു യൗമൻ, ഒരു ദിവസം എനിക്ക് ദേഷ്യം പിടിച്ചു. വഖുൽതു ഖദീജ, എപ്പോഴും ഒരു ഖദീജ തന്നെയാണോ നിങ്ങളുടെ മനസ്സിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബഹാ, എനിക്ക് അള്ളാഹു ദാനമായി നൽകിയിട്ടുണ്ട് അവരുടെ സ്നേഹം, അത് അപാരമായിരുന്നു. അതായത് മറ്റൊന്നിനോട് തുലനപ്പെടുത്താൻ സാധ്യമല്ലാത്ത സ്നേഹമാണ് എനിക്ക് അവരോടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായി പറഞ്ഞു. മാത്രമല്ല സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹദിയാണ് ഖദീജ. അതിനൊക്കെ പുറമെ 7-ാം ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം പറഞ്ഞയച്ച മഹദിയാണ് ഖദീജ. ആ സംഭവം ഇപ്രകാരം കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, കാല അതാ ജിബ്രീലു അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകാന്തപതിയനായിരിക്കുന്ന അവസരത്തിൽ ജിബ്രീൽ വന്നു. വഖാല യാ റസൂലുള്ളാഹി ഹാദിഹി ഖദീജ ഖദ അതത മഅഹാ ഇനാഉൻ, അല്ലയോ പ്രവാചകരെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഖദീജ ഇവിടെ എത്തിച്ചേരും, അവരുടെ കയ്യിലൊരു പാത്രമുണ്ട്,
അതിൽ ഇദാമുൻ ഔ തആമുൻ ഔ ഷറാബുൻ, താങ്കൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, താങ്കൾക്ക് കഴിക്കാനുള്ള കറി, അതുപോലെ തന്നെ മറ്റു പാനീയങ്ങൾ അവിടെ കൈവശമുണ്ട്. ഫൈദാഹി അത്തത്തുക്ക, അങ്ങനെ അവർ ഇപ്പോൾ നടന്നു വരും. അവർ താങ്കളുടെ അടുക്കൽ വന്നാൽ ഫഖ്റ അലൈഹിസ്സലാമ മിർ റബ്ബിഹാ, അവരുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ സലാം നിങ്ങൾ അവരെ അറിയിക്കണം. ഒമിന്നി, എൻ്റെയും സലാം, അഥവാ ഈ സലാം പറയുന്ന ജിബ്രീലിൻ്റെ സലാമും ഖദീജയെ അറിയിക്കണം. വബശ്ശറഹാ ബിബൈത്തിൻ മിൽ ജന്ന മിൻ ഖസബ്, അതായത് ഉള്ളുപൊള്ളയായ ഒരു മുത്തുകൊണ്ടുള്ള മനോഹരമായ ഒരു ഭവനം സ്വർഗത്തിൽ അവർക്കുണ്ട് എന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം. ലാ സഹബിൻ ഫിഹാ വലാ നസബിൻ, അവിടെ യാതൊരു ബഹളമോ യാതൊരുവിധ അസമാധാനമോ ഇല്ലാത്ത നല്ല സമാധാനപരമായി ജീവിക്കാവുന്ന ഒരു നല്ല വീട്, ഉള്ളുപൊള്ളയായ ഒരു മുത്തിൻ്റെ വീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ് എന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അള്ളാഹു ഭൂമിയിലേക്ക് സലാം പറഞ്ഞയച്ച മഹദിയാണ് ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. ഒരുപാട് കാര്യം അവരെക്കുറിച്ച് പറയാനുണ്ട് സഹോദരന്മാരെ. രണ്ടാമത്തെ ആള് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ അസ്ദിഖ ബിൻതു സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് കാണാൻ സാധിക്കും. അഹബ്ബുൻ നാസി ഇലയ്യ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളായിരുന്നു ഖദീജയ്ക്ക് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫളല ആയിഷ അല നിസായി കഫളി സരീദി അലാ സായിരി തആം. സരീദ് എന്ന് പറയുന്ന അറബികൾ കഴിക്കുന്ന ആ കാലത്തെ ഒരു പ്രസിദ്ധമായ ആഹാരമുണ്ട്. അത് ഇറച്ചിയും പത്തിരിയും പൊടികളുമെല്ലാം കൂട്ടിക്കലർത്തി ഉണ്ടാക്കുന്ന ഒരു അലീസ എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിൽ അതിൽ വിട്ടു വിളിക്കാം. അപ്പോൾ സാധാരണ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം, അപ്പോൾ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ സരീദി എന്ന ഭക്ഷണത്തിനുള്ള പ്രാധാന്യം പോലെയാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ ആയിഷ എൻ്റെ മനസ്സിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് ആയിഷയെക്കുറിച്ച്, ലം യകുൻ ഫിൽ ഉമമി മിസ്ല ആയിഷ, ആയിഷയെ പോലെ മനുഷ്യ സമൂഹത്തിൽ ഒരു മഹദിയില്ല. ഫി ഹിഫ്ളിഹ, അവരുടെ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിൽ കഴിവ്, വഇൽമിഹ, അവരുടെ ജ്ഞാനത്തിൽ, വഫസാഹതിഹ, അവരുടെ ഭാഷാ നൈപുണ്യത്തിൽ, വഅഖലിഹ, അവരുടെ ബുദ്ധിയിൽ. അതെല്ലാം പ്രസിദ്ധമാണ്. സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യമാരുടെ കൂട്ടത്തിലും സഹാബി വനിതകളുടെ കൂട്ടത്തിലും ഇത്ര പാണ്ഡിത്യമുള്ള ആൾ വേറെയില്ല. അത്രമാത്രം ഹദീസുകൾ നമുക്ക് ഉദ്ധരിച്ചു തരികയും സംശയങ്ങൾ മുസ്ലിങ്ങൾക്ക് തീർത്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ അറിവിൻ്റെ കേദാരമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ ചെറിയ പ്രായമാണ് അവർക്കുണ്ടായിരുന്നത്. മൂന്നാമത്തെ ഭാര്യ സൗദ ബിൻതു സംഅ. സൗദ ബിൻതു സംഅ, അവർ വലിയ ഖുറൈശി കുടുംബത്തിൽ ജനിച്ച ആളാണ് സൗദ. അവരെക്കുറിച്ച് ആയിഷ പറയുന്നു, മാ റഅയ്തു ഇംറഅതൻ അഹബ്ബു ഇലയ്യ ഫീ മസാലിഹിഹ, അവർ അതേപോലെ ആയിത്തീരണം എന്ന് എനിക്കാഗ്രഹമുള്ള മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നില്ല. ആ രൂപത്തിൽ സ്വഭാവം കൊണ്ടും എല്ലാ നിലക്കും വളരെ ഉന്നതിയായിരുന്നു അവർ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അഭിപ്രായ പ്രകടനം നടത്തുകയാണ്. മാത്രമല്ല വളരെയധികം നേതൃ സ്വഭാവമുണ്ടായിരുന്ന സൗദ റളിയല്ലാഹു അൻഹ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൂന്നാമത്തെ ഭാര്യ. നാലാമത്തത് ഹഫ്സ ബിൻത് ഉമർ ബിൻ ഖത്താബ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹ. അത് നാലാമത്തെ ഭാര്യയായി നമുക്ക് എണ്ണാൻ സാധിക്കും. മാത്രമല്ല ആ ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽ തന്നെ 7 ആളുകൾ ബദറിൽ പങ്കെടുത്ത ആളുകളാണ്. ബദറിൽ പങ്കെടുക്കുന്നത് ഇസ്ലാമിൽ വലിയൊരു മഹത്വമുള്ള കാര്യമാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫഇന്നഹാ സവ്വാമ ഖവ്വാമ വഹിയ സൗജതുക ഫിൽ ജന്ന, അവരെ നോമ്പനുഷ്ഠിക്കുന്നവരാണ്, രാത്രി നമസ്കാരം നിർവഹിക്കുന്നവരാണ്, മാത്രമല്ല സ്വർഗത്തിൽ നിങ്ങളുടെ സഹധർമ്മിണിയായിട്ടും കൂടെ ഉണ്ടാകും എന്ന് ജിബ്രീൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഹഫ്സ ബിൻത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നാലാമത്തേതായി ഉമ്മുൽ മസാക്കീൻ സൈനബ ബിൻത് ഖുസൈം. സൈനബ ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയാണ് മറ്റൊരു ഭാര്യ. അവരുടെ പേര് ചരിത്രത്തിൽ ഉമ്മുൽ മസാക്കീൻ, പാവപ്പെട്ടവരുടെ ഉമ്മ, വിഷമിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും പ്രയാസം അനുഭവിക്കുന്നവരുടെയും ദാരിദ്ര്യത്തിൻ്റെ വേദനകൾ അറിയുന്നവരുടെയും സഹായിയായിരുന്നു അവർ. അതുകൊണ്ട് ധാരാളമായി ധർമ്മം കൊടുക്കുന്ന സ്ത്രീയായിരുന്നു. പക്ഷേ അവർ വളരെ കുറഞ്ഞ കാലം മാത്രമേ, ഏതാനും മാസങ്ങൾ മാത്രമേ, ഹിജ്റ വർഷം 3-ാമത്തെ വർഷം റമദാൻ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിവാഹം കഴിക്കുന്നത്. അവർ ഏതാനും മാസങ്ങൾ മാത്രമാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചത്. നബി ജീവിച്ചിരിക്കുമ്പോൾ മരിച്ച 2 ഭാര്യമാരിൽ ഒരാളാണ് ഈ സൈനബ ബിൻത് ഹുസൈമ റളിയല്ലാഹു അൻഹ. ഒരാൾ ഖദീജ, മറ്റൊരാൾ സൈനബ്. ഈ 2 ഭാര്യമാരാണ് നബി ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ട ഭാര്യമാർ. ബാക്കിയുള്ള 9 ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷമാണ് മരണപ്പെടുന്നത്. അതിൽ ഏറ്റവും അവസാനമായി മരണപ്പെടുന്ന സഹോദരി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. അതുപോലെ തന്നെ 6ാമത്തെ ഭാര്യയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 2 ഹിജ്റ പോയ, അതായത് അബ്സീനിയയിലേക്കും അതുപോലെ തന്നെ 2 തവണ ഹിജ്റ പോയിട്ടുള്ള ഉമ്മു ഹബീബ റംല ബിൻത് അബി സുഫിയാൻ. നിങ്ങൾക്കറിയാം, അബൂ സുഫിയാൻ്റെ ചരിത്രങ്ങൾ പലതവണ കേട്ടതാണ്. അബൂ സുഫിയാൻ്റെ മകളും ഹാഷിം കുടുംബത്തിലെ നബിയുടെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ള ഭാര്യമാരുടെ കൂട്ടത്തിൽ നബിയോട് ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ള ആളാണ് റംല. അവരുടെ പേരാണ് ഉമ്മു ഹബീബ. ആ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മറ്റൊരു ഭാര്യ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭർത്താവിനോടൊപ്പം ഹിജ്റ പോയടത്തു നിന്ന് ഭർത്താവ് മരണപ്പെട്ടു. അവർ ഒറ്റപ്പെട്ടു. അന്നവർ ഹബ്ശീനിയിൽ താമസിക്കുകയാണ്, നജാഷിയുടെ ലോകത്ത്. ആ നജാഷിയുടെ അടുക്കലേക്ക് അംർ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു, ഇവരെ വിവാഹം അന്വേഷിച്ചുകൊണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ വിവാഹം കഴിച്ചു കൊടുത്തത് നജാഷിയാണ്, ഭരണാധികാരി എന്ന നിലക്ക്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരമായി ഹബ്സക്ക് മഹർ കൊടുത്തത് നജാഷിയാണ്. കൊടുത്തതോ വലിയ തുകയാണ്. അതുകൊണ്ട് തന്നെ നബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തുക മഹർ ലഭിച്ചിട്ടുള്ള ആള് ഉമ്മു ഹബീബ റംല ബിൻത് അബി സുഫിയാൻ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അവർക്ക് മഹറായി ലഭിച്ചത് 400 ദിനാർ, അതായത് സ്വർണ്ണ നാണയം എന്നാണ് ചരിത്രം പറയുന്നത്. സഹോദരന്മാരെ, അതേ പ്രകാരം തന്നെ അടുത്ത ഭാര്യയായി നമുക്ക് പരിചയപ്പെടാവുന്ന ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബു ഉമയ്യ. അബു ഉമയ്യയുടെ മകൾ ഹിന്ദ് എന്ന് പേരുള്ള ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. നമ്മൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഉമ്മു സലമയെക്കുറിച്ച്. എന്താണ് അതിൽ ഏറ്റവും പ്രസിദ്ധമായ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭർത്താവ് മരണപ്പെട്ട അവസരത്തിൽ അബൂ സലമ, സഹാബികളുടെ കൂട്ടത്തിൽ അതിശ്രേഷ്ഠൻ, ആദ്യമായി ഹിജ്റ പോയ ആള്. ഇതൊക്കെയാണ് അബൂ സലമയുടെ പല പ്രശസ്തമായ അദ്ദേഹത്തിന് ചരിത്രമുണ്ട്. ആ അബൂ സലമയുടെ ഭാര്യമാണ് ഉമ്മു സലമ. ഈ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഭർത്താവായ അബൂ സലമ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നു. എന്നിട്ട് ഉമ്മു സലമയോട് പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബത്തുൻ ഫയഖൂലു മാ അമറല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏതൊരാൾ മരണപ്പെട്ടാലും ഒരു മുസ്ലിം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇതാണല്ലോ മാ അസാബ മുസീബത്തിൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. ഏതൊരു മുസീബത്ത് ഉണ്ടാകുമ്പോഴും സത്യവിശ്വാസികൾ പറയേണ്ട പ്രാർത്ഥന ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. അല്ലാഹുമ്മ ആജിർനി മുസീബത്തി. അത് പറഞ്ഞ ശേഷം അല്ലാഹുമ്മ ആജിർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. പടച്ചവനെ, എൻ്റെ ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകുകയും അതിനേക്കാൾ നഷ്ടപ്പെട്ട മനുഷ്യനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട മനുഷ്യനെ എനിക്ക് പകരം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, ആ മരിച്ച മനുഷ്യനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട ഒരാളെ പകരം നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്ന ഉമ്മു സലമ പറയാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഇത് എങ്ങനെ ശരിയാവുക എന്ന് എൻ്റെ മനസ്സിലൊരു ആശങ്കയുണ്ടായി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അബൂ സലമയേക്കാൾ മെച്ചപ്പെട്ട ഒരു മനുഷ്യരുമില്ല. അത്രമാത്രം സ്വഭാവത്തിലും മതനിഷ്ഠയിലും എല്ലാ കാര്യങ്ങളിലും ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു അബൂ സലമ റളിയല്ലാഹു അൻഹു. അപ്പോൾ പിന്നെ ഇങ്ങനെ അതിനേക്കാൾ മെച്ചപ്പെട്ടത് എനിക്ക് എവിടുന്ന് കിട്ടാനാ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് അവർ പറയുന്നത് അഖ്ലഫല്ലാഹു ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എൻ്റെ ഭർത്താവായി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതോടുകൂടി എനിക്ക് ബോധ്യപ്പെട്ടു നബിയുടെ ഈ പ്രാർത്ഥന 100% ശരിയായി. ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥനയുടെ അനന്തരഫലമാണ് എനിക്ക് ഭർത്താവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലഭിച്ചത് എന്ന് പിന്നെ പ്രത്യേകമായി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, 7 ഭാര്യമാരെ നിങ്ങൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. ഇവരൊക്കെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകളുടെ ഉമ്മമാരാണ്. ആണിനായാലും പെണ്ണിനായാലും സത്യവിശ്വാസികൾക്ക് ഇവരെല്ലാം ഉമ്മമാരാണ്. അവർക്ക് അങ്ങേയറ്റത്തെ മഹത്വം ഇസ്ലാം കൽപ്പിക്കുന്നു. കാരണം പല വിധത്തിലുള്ള പ്രത്യേകതകളുമുണ്ട്. ഈ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മരണശേഷം വേറൊരു വിവാഹം കഴിക്കാൻ പാടില്ല. വേറെ ഏതെങ്കിലും ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ. അത് നബിയുടെ കൂടി അത് അവസാനിച്ചു. അതിനു മുമ്പ്
വേണമെങ്കിൽ നബി വിവാഹമോചനം ചെയ്താൽ അവർക്ക് പുറത്തു പോകാം, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് നബി പറഞ്ഞിരുന്നു. ഒരു സ്ത്രീയും, നമ്മുടെ ഉമ്മമാരായ ഒരു വനിതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായില്ല. പകരം അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചതുപോലെ മറ്റൊരു വിവാഹം കഴിക്കാതെ അവർ അവരുടെ ജീവിതാവസാനം വരെ കഴിച്ചുകൂട്ടുകയുമാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, മറ്റൊരു ഭാര്യ സൈനബ് ബിൻത് ജഹ്ഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8ാമത്തെ ഭാര്യമാരുടെ കൂട്ടത്തിൽ 8ാമത്തെ ഭാര്യയായി. നമുക്ക് എണ്ണം കൊണ്ട്, അത് കാലപരിഗണനക്കനുസരിച്ചല്ല ഞാൻ പറയുന്നത്, അത് 8ാമത്തെ ആളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച ആളാണ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഇവരുടെ മുന്നിലും വലിയ ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവരെ തൻ്റെ വളർത്തുപുത്രൻ എന്നറിയപ്പെടുന്ന സെയ്ദ് ബിൻ ഹാരിസത്തിന് വിവാഹം അന്വേഷിച്ചു. ആദ്യം അവർ വിസമ്മതിച്ചു. പിന്നെ അള്ളാഹുവിൻ്റെ വചനമിറങ്ങി, മാ കാന ലിമുഅ്മിനിൻ വലാ ലിമുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം. അള്ളാഹു റസൂലും ഒരു തീരുമാനമെടുത്താൽ പിന്നെ നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചപ്പോൾ അവർ ആ വിവാഹത്തിന് തയ്യാറായി. പക്ഷെ അവർക്കിടയിൽ ജീവിത പൊരുത്തമുണ്ടായില്ല. ഒരാൾ വലിയ ഖുറൈശി തറവാട്ടിലെ വലിയ കുലജാതയായ സഹോദരിയാണ്, മറ്റൊരാൾ സെയ്ദ് ബിൻ ഹാരിസത്തിന് മക്കയിൽ വന്ന് നബിയുടെ കൂടെ ജീവിച്ച ആളാണ്. അപ്പോൾ ഇവർ തമ്മിൽ പൊരുത്തപ്പെടാത്തത് കൊണ്ട് അവർക്കിടയിൽ വിവാഹ മോചനം നടക്കുകയും ആ വിവാഹമോചനം നടന്ന് ഇവരെ വിവാഹം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ ആളുകൾ പറഞ്ഞുണ്ടാക്കി മോൻ്റെ പെണ്ണിനെ കിട്ടുകയാണ്, മോൻ കല്യാണം കഴിച്ച പെണ്ണിനെ നബി വിവാഹം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ ആക്ഷേപം വന്നപ്പോൾ അള്ളാഹു വചനമിറക്കി. എന്ത്? ഉദൂഹുമിലാബായിയും, നിങ്ങൾ ഒരിക്കലും നബിക്ക് അങ്ങനെ ഒരു പുത്രനില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു പുത്രനെ നൽകിയിട്ടില്ല. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമുൻ നബിയ്യീൻ. നിങ്ങളിൽപ്പെട്ട ആണുങ്ങളുടെ പിതാവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാനത്തെ പ്രവാചകനും പിന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകനുമാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവരുടെ അഭിപ്രായത്തെ തിരുത്തിക്കൊണ്ട് ഖുർആൻ വചനങ്ങൾ ഇറങ്ങി. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ വിവാഹം അന്വേഷിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലമ്മാ ഖളാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകഹാ. സെയ്ദ് അവരിലുള്ള ആവശ്യം പൂർത്തിയാക്കി വിവാഹമോചനം ചെയ്തതിന് ശേഷം സൈനബ് ബിൻത് ജഹ്ഷിനെ താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് പലപ്പോഴും മറ്റ് ഭാര്യമാരോടൊക്കെ ചില സന്ദർഭത്തിൽ സംസാരം കൊണ്ട് മികച്ചു നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഘട്ടത്തിലൊക്കെ ഇവർ പറയാറുണ്ട്, സവ്വജകുന്ന അഹാലികുന്ന വസവ്വജ്നി അല്ലാഹു മിൻ ഫൗഖിസ് സമാവാത്ത്. നിങ്ങളെയൊക്കെ നിങ്ങളെ ബാപ്പല്ലേ കെട്ടിച്ചു കൊടുത്തത്, നിങ്ങളെ ഭാര്യമാരൊക്കെ, നിങ്ങളെ എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം കഴിച്ചു കൊടുത്തത് നിങ്ങളുടെ പിതാക്കന്മാരാണ്. എന്നെ കെട്ടിച്ചു തന്നത് 7 ആകാശങ്ങളുടെയും മുകളിലുള്ള റബ്ബാണ് എന്ന് സൈനബ് പറയാറുണ്ട് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ റഅയ്തു ഇംറഅതൻ ഖത്തു ഖൈറൻ ഫിദ്ദീനി മിൻ സൈനബ് വഅത്ഖാനാ ലില്ലാഹി വഅസ്തക ഹദീസൻ വഅവ്സലനാ ലിർറഹ്മി. ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ കുടുംബബന്ധം ചേർക്കുന്നവൾ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധമായി സംസാരിക്കുന്നവൾ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവൾ ഇവർ സൈനബ് റളിയല്ലാഹു അൻഹ ആണ് എന്ന് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. സഹോദരന്മാരെ, ആയിഷ പറയാണ്, ഹിയല്ലത്തി തുസാബീനി ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മൻസില. പലപ്പോഴും എന്നോട് പദവിയുടെ വിഷയത്തിൽ, പ്രവാചകനോടുള്ള പദവിയുടെ വിഷയത്തിൽ എന്നോട് മത്സരിക്കുന്ന ആളായിരുന്നു ഈ സൈനബ് ബിൻത് ജഹ്ഷ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അതായത് 9ാമത്തെ ഭാര്യ ജുവൈരിയ ബിൻതുൽ ഹാരിസ്. ജുവൈരിയ റളിയല്ലാഹു അൻഹ ആണ്. ഇവർ ബനു മുസ്തലഖ് ഗോത്രക്കാരിയാണ്. അങ്ങനെ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബനു മുസ്തലഖ് കുടുംബത്തിൽ നിന്ന് കുറേ ആളുകൾ
മുസ്ലിം പട്ടാളക്കാരുടെ ഇടയിൽ ബന്ധനസ്ഥരായി പിടിക്കപ്പെട്ടു. അങ്ങനെ ഇവര് ജുവൈരിയ, അവിടെ ആ കുടുംബത്തിലെ ഏറ്റവും വലിയ കുലജാതനായ ആ ഗോത്രത്തലവന്റെ മകൾ എന്ന നിലക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ആയിരിക്കണം, അവർക്കായിരിക്കണം, നബിക്കായിരിക്കണം അതിന് അവകാശം എന്ന് സഹാബികൾ നിശ്ചയിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മോചിപ്പിച്ച് വിവാഹം കഴിച്ചു. ഇവരെ വിവാഹം കഴിച്ചതാണ് ആ ബനൂ മുസ്തലഖ് ഗോത്രത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും അടിമകളാക്കപ്പെട്ടപ്പോൾ നബിയുടെ ഭാര്യയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അടിമകളായി കഴിയുകയോ എന്ന് സഹാബാക്കൾ തീരുമാനിച്ചിട്ട് എല്ലാവർക്കും മോചനം നൽകി. അതാണ് ഏതെങ്കിലും ഒരു സ്ത്രീ കൊണ്ട് ഒരു സമുദായത്തിന് മുഴുവനും നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ജുവൈരിയ മുഖേനയാണ്. കാരണം അവർ പ്രവാചകന്റെ പത്നിയായി തീർന്നപ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്ന് പിടിക്കപ്പെട്ടവർക്കൊക്കെ മോചനം ലഭിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. സഹോദരന്മാരെ, പിന്നെ ഇവര് വലിയ ആരാധനാ സ്വഭാവമുള്ളവരും ദിക്ർ ചെല്ലുന്നവരും വലിയ ഭക്തയുമായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അവരെ കണ്ടു. സുബഹി നമസ്കാരം കഴിഞ്ഞ ശേഷം അവർ ഇരുന്ന് ദിക്ർ ചെല്ലുകയാണ്. അങ്ങനെ നബി പുറത്തുപോയി ഏതാണ്ട് വെയിലിനൊക്കെ ചൂടായി കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അവർ അതേ ഇരിപ്പിടത്തിൽ ദിക്ർ ചെല്ലുകയാണ്. ഓ, ഇപ്പോഴും നീ ഇവിടെ അന്തിജാലിസ, ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണോ എന്ന് പ്രവാചകൻ അവരോട് ചോദിച്ചു. അവസാനം പറഞ്ഞു, നീ ആ സുബഹി മുതൽ ഈ നിമിഷം വരെയും പറഞ്ഞുകൊണ്ടുന്ന ദിക്റുകൾക്ക് പകരമായി ഞാൻ നിനക്ക് ഏതാനും കലിമാത്തുകൾ, ഏതാനും പദങ്ങൾ പഠിപ്പിച്ചു തരാം. അത് ആവർത്തിച്ച് നീ പറഞ്ഞാൽ നീ പറഞ്ഞ മുഴുവൻ ദിക്റുകൾക്കും പകരമാവും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി എന്ന് പറയുന്ന ദിക്ർ അത് പറഞ്ഞാൽ മതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഈ ദിക്ർ പറഞ്ഞാൽ അത് ഒരുപാട് ദിക്റുകൾക്ക് പകരമാകും എന്ന് ജുവൈരിയക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല 10ാമത്തെ ആളായിട്ടുള്ള സഫിയ്യ ബിൻത് ഹുയൈ ഇബ്നു അഖ്തബ്, ഒരു ജൂതഗോത്ര മേധാവിയായിരുന്നു ഹുയൈ ഇബ്നു അഖ്തബ്. അവരുടെ മകളാണ് സഫിയ്യ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത്, ഇവരെ മിൻ ദുർരിയത്തി ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബ പാരമ്പര്യത്തിൽപ്പെട്ട മഹദിയാണ് ഇവർ. നബി ഒരിക്കൽ പറഞ്ഞു, ഇന്നക ലഇബ്നത്തു നബിയ്യിൻ വബനു അമ്മിക ലനബിയ്യുൻ വഇന്നക ലതഹത നബിയ്യിൻ. നീ ഹാറൂൻ എന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ പുത്രിയാണ്. അതേ പ്രകാരം തന്നെ താങ്കളുടെ പിതൃവ്യൻ അഥവാ പിതൃ സഹോദരൻ എന്ന് പറയുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം നബിയാണ്. മാത്രമല്ല നീ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നബിയുടെ കീഴിലാണ്, അഥവാ നബിയുടെ ഭാര്യയായിട്ടാണ്. അപ്പോൾ എന്ന് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അവസാനമായി മൈമൂന ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ, അവര് ആയിഷ റളിയല്ലാഹു അൻഹ മൈമൂനയെ കുറിച്ച് പറയുന്നത്, ഈ മൈമൂനയുടെ പേര് നേരത്തെ ബർറ എന്നായിരുന്നു പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അവർക്ക് മൈമൂന എന്ന് പേര് മാറ്റിയിട്ടത്. എന്നിട്ട് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. അമാ ഇന്നഹ കാനത്ത് അത്ഖാന ലില്ലാഹി വഔസല്ലാ ലിർറഹ്മാൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹുവിനെ പേടിയുള്ള കുടുംബബന്ധം ചേർക്കുന്ന ഒരു വലിയ മഹദിയായിരുന്നു മൈമൂന റളിയല്ലാഹു അൻഹ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവരെ കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ 11 ഭാര്യമാർ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാർ. ഇവർക്കെല്ലാം നമ്മൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്നു. അതേ രൂപത്തിൽ അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അങ്ങനെ മുസ്ലിം വിശ്വാസത്തിൽപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വ അസ്വാജുഹു ഉമ്മഹാത്തുക്കും, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരാണ് എന്ന് നമുക്ക് വിധി നിശ്ചയിച്ചു തന്നിരിക്കുകയുമാണ്, ഹുക്മ നിശ്ചയിച്ചു തന്നിരിക്കുകയുമാണ്. അതുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ ആ സംസാരം വൈദാ സഅൽതുമുഹുന്ന ശൈഅൻ വസലുഹുന്ന മിൻ വറാഇ ഹിജാബ്, എന്ത് ചോദിച്ചാലും നിങ്ങൾ ഒരു മറ സ്വീകരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതേ പ്രകാരം തന്നെ ചില പ്രത്യേക മര്യാദകൾ ആ സ്ത്രീകളോട് മാത്രം നേരിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിയമമാക്കുകയുണ്ടായി. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിൽ വളരെ പവിത്രതയും ബഹുമാന്യതയും ആദരവും അർഹിക്കുന്ന ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യമാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാര്യമാരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ കഴിയുമ്പോൾ അതേ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അവരെല്ലാം കണ്ടുമുട്ടാൻ നമുക്കെല്ലാം അല്ലാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.
ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد